ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ കാല ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇതുപോലെയുള്ള പലഹാരങ്ങൾ ഒരിക്കലും മടുക്കില്ലല്ലോ. ഇതുപോലെ ഉള്ള കൽത്തപ്പം, പഴംപൊരി, അതുപോലെ തന്നെ ഉണ്ണിയപ്പം, നെയ്യപ്പം, ഇങ്ങനെയുള്ള പലഹാരങ്ങളൊന്നും ഒരിക്കലും മടുക്കില്ല. പിന്നെ നമ്മൾ പുതിയ പലഹാരങ്ങളൊക്കെ എത്ര വന്നാലും ഈ ഒരു പലഹാരത്തിൻ്റെ ആ രുചി അത് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾ കുക്കറിലാണിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല അരിയൊക്കെ വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ ഞാൻ പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പച്ചരി വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ അരിയൊക്കെ ഇതാ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കണം. സമയം ഉണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അരിയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പക്കൊട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ ഞാനിതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു അര സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറവ് തോന്നിയപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ശർക്കരയൊക്കെ ഉരുക്കി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് ഇത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ചൂടോട് കൂടിയിട്ട് ഈ ഒരു മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ മാവിലേക്ക് ഒഴിച്ചതും നമ്മളിത് മിക്സാക്കി എടുക്കണം. കാരണം നല്ല ചൂടുള്ള ഒരു ശർക്കര പാനി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒഴിക്കുന്ന ഒരു ഭാഗത്തെ മാവ് പെട്ടെന്ന് തന്നെ വെന്ത് പോവുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നല്ല ചൂടോട് കൂടി തന്നെ ഒഴിക്കും വേണം. ഒഴിച്ച ഉടൻ തന്നെ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് ഒന്ന് ഇനി ഞാൻ സ്റ്റവിൽ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അലുമിനിയത്തിൻ്റെ കുക്കറിൻ്റെ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് അലുമിനിയത്തിൻ്റെ കുക്കർ നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ ഞാൻ ചെറുത് സ്റ്റീലിൻ്റെ ഉള്ളത്, അപ്പോൾ ഞാൻ അതെടുത്തതാണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ കുക്കറുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് കേട്ടോ. അടി പിടിക്കാതെ തന്നെ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കൊപ്ര ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കൊപ്ര ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ തേങ്ങ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്നും ഇതെല്ലാം കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കൊപ്രയൊക്കെ നിങ്ങൾക്ക് എത്രയും വേണ്ടി അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ചിലർക്ക് ഇതിൽ ഒരുപാട് കടിക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവർക്കും അങ്ങനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 1/2 മുറിയോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, നീളത്തിൽ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. അത് ഒരു 5 6 അല്ലി ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളിയുടെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഒന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ടും കോരിയെടുക്കുന്നില്ല, 1/4 ഭാഗം ഞാൻ അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചുള്ള ആ ഒരു മാവിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ആ ഒരു കുക്കറിലേക്ക് ഒഴിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ചൂടായിട്ടുള്ള ഇപ്പോൾ ഫ്ലെയിം നല്ല കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ചൂടോട് കൂടി ഇരിക്കുന്ന ആ ഒരു കുക്കറിലേക്ക് തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മീതെയായിട്ട് നമുക്ക് ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തേങ്ങയും ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളത് ആദ്യം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അടിയിൽ അങ്ങനെ കിടക്കുള്ളൂ. അപ്പോൾ മേലെ അങ്ങനെ ഒന്നും ഉണ്ടാവാതെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മേലൊന്ന് ഒരു ഡെക്കറേഷൻ ആവും ചെയ്യുമല്ലോ, അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ലാസ്റ്റ് ഇതിൻ്റെ മേലിട്ട് കൊടുക്കുന്നു കേട്ടോ.
പിന്നെ ഞാനിത് സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ടാണ് അടിയിൽ ഇതുപോലെ ഒരു പാന് വെച്ച് കൊടുക്കുന്ന നല്ല കട്ടിയുള്ള ഒരു ചട്ടി വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ അലുമിനിയത്തിൻ്റെ കുക്കറാണെന്നുവെച്ചെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ചട്ടി ഇതിൻ്റെ അടിയിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റീലിൻ്റെതായതുകൊണ്ട് മാത്രമാണ് ഞാൻ അടിയിൽ നല്ലൊരു കട്ടിയുള്ള പാന് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടിയിൽ വെച്ചുള്ള ഒരു കട്ടിയുള്ള പാനിനെ ആദ്യം തന്നെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായതിന് ശേഷം ആണ് ഞാൻ അതിന് മീതയായിട്ട് ഈ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ഇരിക്കുന്നത്. ഫ്ലെയിം കൂട്ടിയിട്ട് ഒരു 1/2 മിനിറ്റോളം ഇതുപോലെ വെക്കുക കേട്ടോ. 1/2 മിനിറ്റ് കഴിയോളം വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റോളം പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കുക. കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ആവി വരും കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ആവി വരും. അപ്പോൾ ഫ്ലെയിം ഇപ്പോൾ കുറച്ചിട്ടാണ് 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോളിൽ കൂടെ അതുപോലെ ഇങ്ങനെ ആവി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ഒരു 10 മിനിറ്റാണ് വെക്കേണ്ടത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ ആവി വരാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റും കൂടും ഇതുപോലെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഒരു 10-5 മിനിറ്റ് ആ ഒരു പാനിൻ്റെയും കുക്കറിൻ്റെ ഒക്കെ ഒരു ചൂടിൽ ബാക്കിയുള്ളതും കൂടിയും നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരും. ഇനി എവിടെയെങ്കിലും ഒരു വേവ് കുറവ് എന്തെങ്കിലും അതൊക്കെ റെഡി ആക്കിയിട്ട് ഈ ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഒരു 10 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു കൽത്തപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടി വേണമെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക ചെയ്യുക. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടൊക്കെ പോയതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വിട്ട് വരും കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കൈ കൊണ്ട് തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നല്ലതായി തണുത്തതിന് ശേഷം സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുക്കറിൽ നിന്നും മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്നും ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോകുന്നൊന്നും ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റവിൽ തന്നെ അങ്ങനെ പാനൊന്നും അടിയിൽ വെക്കാതെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്, കാരണം സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ കട്ടിയുള്ള പാൻ വെച്ചതുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നല്ല നാര് എടുത്തിട്ടുള്ള നല്ല അടിപൊളി കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല നാരോട് കൂടിയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഇനി നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ.